Hi, good morning. It's me, Simon YouTube channel. Simon Varghese Facebook, Simon Varghese Instagram. നമ്മൾ ഈ 3 ചാനലിലേക്ക് നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പലർക്കും സംശയം വരാതിരിക്കാൻ അങ്ങനെ പറയുന്നത്. ഓക്കെ, എനിക്കോ രാവിലെ എക്സസൈസൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് സന്തോഷത്തോടു കൂടി നമ്മുടെ മോർണിംഗ് വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ സസ്യശ്യാമള കോമളമായ ഈ കേരളം നിങ്ങളുടെ മനസ്സിൽ നൊസ്റ്റാൾജിയ രൂപപ്പെടാൻ വേണ്ടി ഈ തോടും ഈ കിളികളുടെ പാട്ടും ഈ കൺട്രി ബോട്ടും എല്ലാം ഞാൻ കാണിക്കുക. ഇത് നമുക്ക് നമ്മുടെ നാടിനെ കൂടുതൽ സ്നേഹിക്കാനും നാടിനെ പറ്റി അഭിമാനം കൊള്ളാനും വേണ്ടിയാണ്. ഓക്കെ, എങ്ങനെയുണ്ട് നമ്മുടെ ഈ തോട്? പഴയ കുട്ടനാട്ടിലേക്കാർക്കൊക്കെ ഒരു ഗൃഹാതുരത്വം വരാൻ ഇടയാകുന്നില്ലേ? ഇതുകൊണ്ട് ഈ പാലത്തേക്കൂടെ നടന്നാലേ എങ്ങനെയുണ്ട്? ഇതിലേക്ക് ആളുകൾ നടക്കുന്നതാണ്. എന്താ രസമല്ലേ? ഓക്കെ, ഞാൻ ഇതൊക്കെ ദിവസം ആസ്വദിക്കുന്ന ആളാണ്. അപ്പോൾ എനിക്കതിൻ്റെ ആ ഒരു പവർ മനസ്സിലാവും. നമുക്ക് ഒരു തരത്തിലുള്ള നെഗറ്റീവ് തിങ്കിങ്ങും ഇല്ല, ഒരു സ്ട്രെസ്സും ഇല്ല. വളരെ ഹാപ്പിയായിട്ട് ലൈഫ്. നമ്മൾ പോസിറ്റീവായിട്ട് സംസാരിക്കുകയുള്ളൂ, ഒരാടെയും കുറ്റം കണ്ടുപിടിക്കാൻ നടക്കാറില്ല. എന്നാൽ ദേശത്തിനോ രാജ്യത്തിനോ ദ്രോഹകരമായ എന്തെങ്കിലും കണ്ടാൽ നമ്മളത് അപ്രോപ്രിയേറ്റ് അതോറിറ്റിയെ അറിയിക്കും. അതൊരു നെഗറ്റീവായിട്ട് ഞാൻ കാണുന്നില്ല. ചിലപ്പം ചില സംഭവങ്ങൾ പോലീസിൽ അറിയിക്കും, അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ അറിയിക്കും, ഒക്കെ ചെയ്യാറുണ്ട്. അതെൻ്റെ ഡ്യൂട്ടിയാണ്. പക്ഷേ നമ്മൾ നെഗറ്റീവ് പറയാറുമില്ല, ചെയ്യാറുമില്ല. മറ്റൊരാളെ ഇകഴ്ത്തി പറയുക, താഴ്ത്തി കെട്ടുക, അതൊക്കെ നമ്മുടെ അവകാശമായിട്ട് സ്വർഗത്തെ നഷ്ടപ്പെടുത്തും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ രാവിലെ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞപ്പോഴേ ഞാൻ എന്നും രാവിലെ അങ്ങനെ ഇന്നലത്തെ പത്രം ചുമ്മാ ഈ മോർണിംഗിൽ 2 ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കും, ശകലം അല്പം നെയ്യ് ചേർത്ത് കുടിക്കും. അത് കുടിച്ചുകൊണ്ടിരിക്കും, ചുമ്മാ പത്രം മറിച്ച് നോക്കും. അരമണിക്കൂർ സമയം അതിന് വേണ്ടി ചിലവാക്കുന്നത്. 5 മണിയാകുമ്പോൾ പ്രാർത്ഥിക്കാൻ പോകും, അതിന് മുമ്പുള്ള സമയത്ത്. അപ്പോൾ ഞാൻ നോക്കിയപ്പം മനോരമയുടെ ഞാൻ കാണാൻ കിടന്നൊരു ഒരു ടിപ്പാണ്. ഞാൻ ഫോട്ടോ എടുത്ത് കുറേ ഇതിൻ്റെയും കൂടെ ഞാൻ നോക്കട്ടെ, ക്ലിപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. ഇത് എക്സസൈസ് ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് 24 മിനിറ്റ് കണ്ടിന്യൂസ് വോക്ക്, അത് 10,000 സ്റ്റെപ്പ്. ഇപ്പോൾ അതൊന്നുകൂടെ ഗവേഷണം നടത്തിയപ്പോൾ 7,000 ആയാലും മതി എന്നാണ്. 7,000 സ്റ്റെപ്പ് മതി നമുക്ക് ആവശ്യമുള്ള ഇത് കിട്ടാൻ വേണ്ടി, ഹെൽത്ത് കിട്ടാൻ വേണ്ടി. അതുപോലെ തന്നെ അത് മാത്രമല്ല പറയുന്നത്, അൽസൈമേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ മരുന്നില്ലാതെ രോഗമായിട്ടാണ് ഗണിക്കപ്പെടുന്നത്. അതിൻ്റെ വരവിനെ തടയാൻ പറ്റും, ഉള്ളവർക്ക് അതിൻ്റെ തുടക്കക്കാർക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഏറ്റവും പുതിയ ഗവേഷണ റിസൾട്ടാണ് ഈ പറയുന്നത്. ഇപ്പോൾ ഡയബറ്റിക്കിനും പ്രഷറിനുമൊക്കെ നല്ലതാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പ്രഷർ രോഗം നടന്നു കഴിഞ്ഞാൽ പ്രഷർ വളരെ കുറയുന്നതാണ്. അപ്പോൾ അതോടൊപ്പമാണ് ഇപ്പോൾ ഈ കണ്ടുപിടുത്തം വന്നത്. അതുപോലെ ഡെയിലി നടക്കുന്നവർക്ക് ക്യാൻസർ 18ഓളം ക്യാൻസറുകൾ വരികയില്ലെന്നാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ കണ്ടുപിടുത്തം വന്നിരിക്കുന്നത്. അപ്പോൾ അത് വളരെ നല്ലതാണ്. അൽസൈമസ് മറവി രോഗം വന്നാൽ മരുന്നില്ലെന്നാണ് പറയുന്നത്. പക്ഷേ അത് കൺട്രോൾ ചെയ്യാൻ പറ്റും, അത് വരുന്നത് തടയാൻ പറ്റും. നിരന്തരമായി എക്സസൈസ് ചെയ്യും, ഒത്തിരിയല്ല, ആവശ്യമല്ല, ആവശ്യത്തിന് മിതമായ രീതി. ഇപ്പം ഞാൻ തന്നെ 1 മണിക്കൂറൊക്കെ എക്സസൈസ് ചെയ്യുന്നുള്ളൂ. എല്ലാം ഒരു 30 ടൈംസ് വെച്ചു, ചിലത് 100 ടൈംസ്, ചിലത് 50, അങ്ങനെ ഒരു 10 മിനിറ്റ് എക്സസൈസേ ഉള്ളൂ. പെട്ടെന്ന് ചെയ്യും. പിന്നെ മടപ്പ് ഒരു 3/4 മണിക്കൂർ 50 മിനിറ്റ് നടക്കുകയും ചെയ്യും. അതുകൊണ്ട് എന്നാ ഗുണം? ഒരു മൂക്കിപ്പനി പോലും വരുന്നില്ല, ഒരാശുപത്രി പോലും പോകുന്നില്ല, ഇതുവരെ സ്റ്റെൻറ്റ് ഇട്ടിട്ടില്ല, ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ടില്ല, ഓടുമ്പോൾ കിതയ്ക്കുന്നില്ല. ഇതാണ് ഇതിൻ്റെയൊക്കെ ഗുണം. അപ്പം ഒരു 40 വയസ്സ് കഴിയുമ്പോൾ ഇതൊക്കെ തുടങ്ങുകയാണെങ്കിൽ, ഞാൻ നന്നേ ചെറുപ്പത്തിൽ തുടങ്ങിയാണ്. എന്നു വെച്ചാൽ എൻ്റെ ഓഫീസിൽ ഞാൻ ചെറുപ്പമായിരുന്നപ്പോഴേ ഇച്ചിരി സ്മാർട്ടായിരുന്നു, ചടിയൊക്കെ ഉണ്ടായിരുന്നു. ഈ ലഡുവൊക്കെ മിച്ചം വന്നാൽ എല്ലാം എനിക്കതിരുന്നു, ഞാൻ തിന്നുമായിരുന്നു. അങ്ങനെ തിന്നുന്ന ഒരു പ്രാവശ്യം ചെന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ ഷുഗർ ലെവൽ വളരെ കൂടുതലാണ്. അപ്പോൾ അന്ന് തൊട്ട് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു എക്സസൈസ് ചെയ്യണം, നടക്കണം. ഞാൻ ചെറുതായിട്ട് നടത്തിക്കൊണ്ടിരുന്നു, പക്ഷെ അതത്ര ഗൗരവമായിട്ട് എടുത്തില്ല, ചുമ്മാ തോന്നുമ്പോൾ നടക്കും അങ്ങനെ. അപ്പോൾ എന്തു പറ്റി, 5-10 വർഷമായപ്പോൾ എനിക്ക് ഇൻസുലിൻ വരെ ആയി ഞാൻ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ സീരിയസ് ആയി. അപ്പോൾ എൻ്റെ ഒരു ഡോക്ടർ പറഞ്ഞു, താങ്കളിത് പ്രോപ്പറായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെയാണ് ഞാൻ ശരിക്കും
നടക്കാൻ തുടങ്ങി. നടപ്പെന്ന് പറഞ്ഞാൽ മുടങ്ങാതെ നടക്കുക, എക്സസൈസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ എൻ്റെ ഷുഗർ കേൾക്കണോ ലെവൽ 82, ഹാർഡ്ലി 90. ഫുഡ് കഴിഞ്ഞാൽ 120, 124. അതാണ് ഷുഗർ ലെവൽ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അസുഖങ്ങളും വിട്ടുപോയി. ഇപ്പം പനിയുള്ളവർ കൂടെ വന്നാൽ എനിക്ക് ചെറുതായിട്ട് പനി തോന്നും വൈകിട്ട്, നേരം വെളുക്കുമ്പോൾ പനിയാണ്. ബോഡിക്ക് അതിനുള്ള പവറുണ്ട് നമ്മൾ എക്സസൈസ് ചെയ്യുന്നതുകൊണ്ടേ. അപ്പോൾ അതാണ് കാര്യം. പിന്നെ ഭക്ഷണം കൺട്രോൾ ചെയ്യുക. ഞാൻ മദ്യപിക്കാറില്ല, പുകവലിക്കാറില്ല. ഇത് രണ്ടും നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്നത് നിങ്ങൾക്കറിയാം. നമ്മുടെ ഈ ക്ലൈമറ്റിന് മദ്യം നമുക്ക് തൊട്ടുകൂടാൻ പാടില്ലാത്ത സാധനമാണ്. അതുപോലെ പുകവലിക്കുമ്പോൾ നമ്മുടെ ലങ്സിനെ ഈ പുകയുടെ ചൂട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എൻ്റെ അറിവ് ശരിയാണ്, 4000 സെൽഷ്യസ് മറ്റാണ് ഹീറ്റ് പുറപ്പെടുവിക്കുന്നത്. അതങ്ങോട്ട് വലിച്ചങ്ങോട്ട് വിടുമ്പം അവൻ ചെന്ന് ലങ്സിൻ്റെ കശേരുക്കൾ, വളരെ ടൈനി കശേരുക്കളെ അത് ശല്യപ്പെടുത്തുകയല്ല ആക്രമിക്കുക ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, ഞരക്ക, ഒരു പെയിൻ. അതാണ് നിങ്ങൾ അനുഭവിക്കുന്ന സുഖം. അതുകൊണ്ട് പുകവലിക്കരുത്, അതുപോലെ തന്നെ മദ്യപിക്കരുത്. ഇത് രണ്ടും നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. ഇത് ഞങ്ങളിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും തമാശ. നിങ്ങൾ പത്രം എടുത്ത് നോക്കിയോ, ഏറ്റവും കൂടുതൽ 60, 65, 70 ആകുമ്പം കൂടുതൽ ആൾ മരിച്ചു പോവുക. എന്നാൽ ഒരുമാതിരി മര്യാദയ്ക്ക് ജീവിക്കുന്നവരൊക്കെ 100, 110 വരെ പോവുക. ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാകുന്നുണ്ടോ? എനിക്ക് കുടിച്ചാൽ ഒന്നും വരികയെന്ന് പറഞ്ഞ് നടക്കുന്ന ആശാന്മാർ 65 വയസ്സാകുമ്പം വളഞ്ഞു കുത്തിയാണ് നടക്കുന്നത്. 3 പേരുടെ സപ്പോർട്ട് വേണം. മനസ്സിലായില്ലേ? ഞാനിപ്പോൾ ഇങ്ങോട്ട് സംസാരിക്കുമ്പോൾ 65 വയസ്സ് കഴിച്ച ആളാണ് എനിക്കത് പറയാൻ മടിയൊന്നുമില്ല. അപ്പം ഒരു സീനിയർ സിറ്റിസനാന്നൊക്കെ വേണമെങ്കിൽ പറയാമല്ലേ. പക്ഷെ ഞാനത് പറയാറില്ല. എടാ പോടാന്നൊക്കെ എപ്പോഴും എന്നെ പലരും വിളിക്കുന്നത്. എനിക്കത് സന്തോഷമേ ഉള്ളൂ. എടാ സായ്മ എന്ന് വിളിച്ചാൽ എനിക്ക് വലിയ സന്തോഷമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ആരോഗ്യം നമ്മൾ പരിരക്ഷിക്കണം. ഈ കേരളത്തിലെ ക്ലൈമറ്റിന് മദ്യം നമുക്ക് ആവശ്യം. ഈ ചൂട് ഇപ്പം തണുപ്പാണ്, ഇപ്പം നമുക്ക് പറയുന്നത് ശരിയല്ലേ. പക്ഷേ ചൂടായ കേരളത്തിൽ മദ്യം നമ്മുടെ ശരീരത്തിൽ ഒരു ഗുണവും ചെയ്യത്തില്ല, ദോഷമല്ല. അതുപോലെ തന്നെ പുകവലി നമ്മളെ തകർത്ത് കളയും. ഏറ്റവും വൃത്തികെട്ട സംഭവമാണ് ഈ പുകവലി. അത് എനിക്കത് വലിക്കുന്നവരെ പോലും കാണുന്ന ഇഷ്ടമല്ല. ഞാൻ അവരോട് അധികം മിണ്ടാറുമില്ല. ഞാൻ പോകുമ്പോൾ ക്ലബ്ബിൽ എൻ്റെ ഫ്രണ്ട്സ് പറയും, അയ്യോ അങ്ങനെ പലരും നിർത്തിയിട്ടുണ്ട്, അയ്യോ അവൻ പ്രശ്നം ഉണ്ടാക്കുന്നു പറഞ്ഞ് പുകവലി നിർത്തിയിട്ടുണ്ട്. അത് അവനെ തന്നെ നശിപ്പിക്കും. പിന്നെ ഞങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് ഒത്തിരി ട്രെയിനിങ് ഹെൽത്ത് ആസ്പെക്ട്സിലൊക്കെ കിട്ടുകയെ. അപ്പോൾ അതിനകത്തൊരു ട്രെയിനിങ് പറഞ്ഞത്, ടോയ്ലറ്റിൽ പോയിരുന്ന് പുകവലിക്കുന്നവരുണ്ട്. അങ്ങനെ വലിച്ചാൽ അതിനകത്ത് ആ ഡെഡ്ലി ഫ്യൂംസ് 24 hours അവിടെ നിൽക്കും. ഒരു വീട്ടിൽ 1 or 2 ബാത്റൂമേ ഉള്ളെങ്കിൽ, സാധാരണ വീട്ടിൽ ഒരു ബാത്റൂമിൽ 2 ബാത്റൂമേ കാണത്തുള്ളൂ. ഇയാൾ പോയിരുന്ന് സിഗരറ്റ് വലിച്ച് പോയി കഴിഞ്ഞാൽ അയാളുടെ നിർദോഷിയായ ഭാര്യയ്ക്കും കുട്ടികൾക്കും എല്ലാം ലങ് ക്യാൻസർ വരാൻ ചാൻസ് ഉണ്ട്. ഒരു കാരണവശാലും ബാത്റൂമിൽ പോയിരുന്ന് പുകവലിക്കരുത് എന്ന് ഞങ്ങൾക്ക് അന്ന് ട്രെയിനിങ് തന്നിട്ടുണ്ട്. അത് കറക്റ്റാണ്. അപ്പം ബാത്റൂമിലെ വെൻറ്റിലേഷൻ കുറവല്ലേ, അപ്പോൾ ആ പുക അവിടെ നിൽക്കും. അപ്പോൾ ഒരു കാരണം, കുഞ്ഞുങ്ങളെ സ്നേഹമുള്ള, ഭാര്യയെ സ്നേഹിക്കുന്നതിൽ അങ്ങനെയുള്ളവർ, ഇനി ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യമാർ പുകവലിക്കുന്നവരുണ്ടെങ്കിൽ വലിക്കരുത്. ബാത്റൂമിൽ പോയിരുന്നു വലിക്കുകയേ ചെയ്യരുത്. ബാത്റൂമിൽ പോയിരുന്നു ഒട്ടും വലിക്കരുത്. വാഷ്റൂമിൽ പോയിരുന്നു ഒട്ടും വലിക്കരുത്. അല്ല ഇടുങ്ങിയ മുറികളിലിരുന്ന് വലിക്കരുത്. നിങ്ങൾ പുറത്ത് പോയി വലിച്ചോ, പോലീസ് പിടിച്ച് ശിക്ഷിച്ചോളൂ. ഇത് പ്രൊഹിബിറ്റഡാണ്, ഫീൽഡിൽ പാടില്ല പുകവലിക്കുന്നത്. എന്തായാലും സ്നേഹിത, ഈ മദ്യപാനം പുകവലി നിർത്തിക്കുക. നിങ്ങളുടെ ഫാമിലി ബഡ്ജറ്റിൽ കുറേ കരിമീൻ മേടിക്കാനുള്ള പൈസ കിട്ടും. ഒരു പാക്കറ്റ് സിഗരറ്റിന് എത്ര വില? എത്ര? 100, 120? എൻ്റെ ദൈവമേ, അത്രയും കാശിന് നമുക്ക് എന്തുമാത്രം ബോണ്ട മേടിച്ച് തിന്നാല്ലേ. നല്ല നാടൻ ഗോതമ്പ് ശർക്കര ഇട്ട ബോണ്ട മേടിച്ച് എന്നാ ടേസ്റ്റായിരിക്കും. അപ്പോൾ അത് നമുക്ക് നിർത്തണം കേട്ടോ. പുകവലിയും വേണ്ട, കള്ളുകൂടിയും വേണ്ട, അത് നിർത്തുക. നമ്മളങ്ങനെ വിചാരിച്ചാൽ നിർത്താതെ ഞാനിനി കുടിക്കാൻ, നിങ്ങൾക്ക് ആദ്യം ബാത്റൂമിൽ പോകാൻ ബുദ്ധിമുട്ട് തോന്നും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇച്ചിരി ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ട് അതിനകത്തോട്ട് 1 or 2 തുള്ളി നെയ്യ് ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയിട്ട് അത് ശകലം തിളപ്പിച്ചാറിച്ച് വെള്ളം കൂടി ചേർന്ന് നേർപ്പിച്ചിട്ട് ഒരു 2-3 ഗ്ലാസ്സും കുടിച്ച് ഒരു പ്രശ്നം ഉണ്ടാവുകയാൽ നിങ്ങൾക്ക് സുഖമായി ബാത്റൂമിൽ പോകാൻ ഒരു മലബന്ധം ഉണ്ടാകത്തില്ല. മറിച്ച് നിങ്ങൾക്ക് അല്പം ആരോഗ്യം വരാൻ തുടങ്ങും. നിങ്ങളുടെ കണ്ണുകൾക്ക് തിളക്കം കൂടും, നിങ്ങളുടെ മുഖത്തിന് കാന്തി വർദ്ധിക്കും, നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളോട് ഇഷ്ടം തോന്നും. അങ്ങനെ ചെയ്ത് നോക്കി. നമുക്കത് നിർത്താമെന്ന്, ഈ കള്ളുകൂടിയും പുകവലിയൊക്കെ നിർത്തി അടിപൊളിയായിട്ട്. പിന്നെ എക്സസൈസ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞു വന്നത്. നിങ്ങൾ മോർണിംഗിൽ എക്സസൈസ് ചെയ്താലുള്ള ഗുണം, ആശുപത്രി കൊടുക്കുന്ന ആൻജിയോഗ്രാം ചെയ്യണമെങ്കിൽ 45,000. ആൻജിയോപ്ലാസ്റ്റി ചെയ്യണ 1,00,000 മേളിൽ പോവുക. നിങ്ങളുടെ വെയിനൊക്കെ കട്ട് ചെയ്ത് ആശുപത്രി കഴിഞ്ഞ ഒരാൾ പറയും, ഒരു വല്ലാത്ത കിടപ്പാന്ന് പറഞ്ഞു.
കാശുള്ള ആൾ വലിയ 5 സ്റ്റാർ ഹോസ്പിറ്റലിൽ പോയിട്ടായി പറയുന്നത്. നമ്മൾ സാധാരണ ആശുപത്രി പോകുമ്പോൾ ഫെസിലിറ്റീസ് കുറയും, ചില മൂട്ടയൊക്കെ അടിച്ചെന്നിരിക്കും. വല്ല കാര്യമുണ്ടോ? രാവിലെ എഴുന്നേറ്റ് അല്പം പ്രാർത്ഥനയും അല്പം ഒന്ന് നടന്ന് നിങ്ങൾക്ക് ലാഭിക്കാൻ കഴിയുന്ന 1-2 ലക്ഷം രൂപയാണ്. 1-2 ലക്ഷം രൂപയാണ് നിങ്ങളുടെ ഭാര്യയും കുഞ്ഞുങ്ങളുമായിട്ട് വർഷത്തിൽ അടിപൊളി ഒരു ടൂറ് പോയിക്കൂടെ? നല്ല രസമല്ലേ? കന്യാകുമാരിയോ കൊടൈക്കനാലോ ഊട്ടിയോ, നമ്മൾ മാത്രം, ഭാര്യയും ഭർത്താവും 2 കുഞ്ഞുങ്ങളും അമ്മയും അപ്പനും ഉണ്ട്, അവരും മതി. നാട്ടുകാരെല്ലാം വിളിച്ചുകൊണ്ട് പോരുത്. അത് വേറെ വെക്കും. ഇത് ഫാമിലി ടൂറാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഇഷ്ടമുള്ള എല്ലാം പറയാം. നമ്മുടെ നെഞ്ചത്ത് വരുന്ന അപ്പ അപ്പ എന്ന് പറയാം. എനിക്ക് ഐസ്ക്രീം മേടിച്ചതെന്ന് പറയാം. എനിക്ക് ആ കമ്പിളിപ്പൊതുപ്പ് മേടിച്ച് തരാമോ പപ്പ എന്ന് ചോദിക്കും. നമ്മളവിടെ ഒരു രാജാവാണല്ലേ. നിങ്ങളുടെ ഭവനത്തിലെ രാജാവാരാ? നിങ്ങളുടെ കുഞ്ഞുങ്ങളോ രാജകുമാരൻ രാജകുമാരിയാണ്. നിങ്ങളുടെ ഭാര്യ ആരാണ്? നിങ്ങളുടെ രാജ്ഞിയാണ്. ഇത് നിങ്ങൾ മാത്രം ഉണ്ടെങ്കിലേ ഇങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഞാൻ പണ്ട് എൻ്റെ കൊച്ചുമക്കൾ ഡാഡിയുടെയും മമ്മിയുടെയും സാമ്രാജ്യത്തിലെ രാജകുമാര എന്നൊക്കെ വിളിച്ച് വളർത്തുമായിരുന്നു. അപ്പോൾ എന്നെ ചില കളി, ഡാഡിയുടെയും മമ്മിയുടെയും സാമ്രാജ്യത്തിലെ രാജകുമാര എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു. ചുമ്മാ തമാശയ്ക്ക്. പക്ഷേ ആ കുഞ്ഞുങ്ങളിപ്പോൾ ആരാ? ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ്, എന്നാ പറയുക, വെരി ഹാൻസം, സ്മാർട്ട്, ഇൻ്റലിജൻറ്റ്, ബ്രൈവ്, മോർ ഓവർ ലവിങ് എവരി വൺ അറൗണ്ട് അസ്. എല്ലാവരെയും സ്നേഹിക്കുന്ന, കരുതുന്ന, നല്ല പ്രാർത്ഥന ഉള്ള കുഞ്ഞുങ്ങളായിട്ട് വന്നു. എന്താ കാര്യം? നമ്മൾ പകർന്നു കൊടുത്ത സ്നേഹം, സഹിഷ്ണുതയൊക്കെയാണ് അവർക്ക് കിട്ടിയ അംഗീകാരമാണ്. അപ്പം ഓൾവേസ് കുട്ടികളോട് സംസാരിക്കുമ്പോൾ അങ്ങനെ. അപ്പോൾ അത് നമുക്ക് നമ്മൾ ഫാമിലി ആണെങ്കിലേ പറ്റുള്ളൂ. നിങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ അമ്മ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയുടെ അച്ഛനല്ലേ അമ്മ, അത്ര മതി, അത്രയും മതി. അതാണ് നിങ്ങളുടെ പേഴ്സണൽ ടൂർ. പക്ഷേ നിങ്ങളുടെ ഗ്രൂപ്പായിട്ട് പോകുമ്പം നിങ്ങളുടെ വില്ല എല്ലാം കൂടെ പോകും, എല്ലാ ഹോം അടുത്തുള്ള വീട്ടുകാരെല്ലാം പോകുമ്പം എല്ലാവരും പോകും, അത് വേറൊരു രസം. പക്ഷെ ഫാമിലി തന്നെ പോകുമ്പോൾ വേറൊരു രസമാണ്. അപ്പോൾ അത് ആസ്വദിക്കുക, എൻജോയ് ചെയ്യുക. ഓക്കെ, നല്ല മഴയാണ്. അതുള്ളവർക്ക് ഈ മഴയത്ത് മനുഷ്യനെന്താ, ഈ മഴയല്ല വെയിലല്ല എന്ത് വന്നാലും എൻ്റെ നടപ്പിനെ അത് ബാധിക്കില്ല. ഞാൻ ഇന്ത്യയിലാണേലും അമേരിക്കയിലാണേലും മിഡിൽ ഈസ്റ്റിലാണേലും എവിടെ പോയാലും എൻ്റെ എക്സസൈസ് നടക്കും. ഞാൻ അമേരിക്കയിൽ ചെന്നപ്പം എനിക്ക് രസം തോന്നി, നല്ല തണുപ്പാണ്. ഞാൻ തണുപ്പത്ത് ഡ്രസ്സിട്ട് പോയി ചെയ്യുമ്പോൾ അന്നൊന്നും ഗ്രൗണ്ടിൽ ആരുമില്ല. ഞാൻ പോരാറായപ്പം അയലൊക്കത്തെ ആളുകൾ മദാമ്മമാരും ഒക്കെ സായിപ്പൊക്കെ വരാൻ തുടങ്ങി, വർത്തമാനം വരാൻ തുടങ്ങി. അപ്പം ഞാൻ ചെയ്യുന്ന ചില എക്സസൈസ് അവർ ഇച്ചിരി ക്ലിയർ ചെയ്ത് തന്നു. അവർ ചെയ്യുന്നത് എന്നെ പഠിപ്പിച്ചു തന്നു. ഭയങ്കര സ്നേഹബന്ധമായിരുന്നു. അങ്ങനെ നമുക്ക് ലാംഗ്വേജ് ഉണ്ടെങ്കിൽ ഏത് രാജ്യത്ത് പോയി തിരിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറുപ്രായത്തിൽ തന്നെ ലാംഗ്വേജസ്, അതായത് ഹിന്ദി, മലയാളം, ഇംഗ്ലീഷ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതോടൊപ്പം ഇപ്പം ഫ്രഞ്ച്, ജർമ്മൻ, ഇറ്റാലിയൻ, അങ്ങനെയൊക്കെ കുറച്ച് ഭാഷ അത് ഈ കുഞ്ഞുങ്ങളാണെങ്കിൽ പെട്ടെന്ന് പഠിക്കും. അവരെ ഈ സ്കൂൾ അവധിക്കൊക്കെ ഒരു ലാംഗ്വേജ് പഠിക്കാമെന്ന് പറഞ്ഞ് അവർ പറഞ്ഞാൽ അവർ പഠിക്കും, പെട്ടെന്ന് പഠിക്കും. അപ്പോൾ അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ആ പിള്ളേരെ നമുക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഈ ടൂറൊക്കെ പോകുമ്പോഴേ എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാമെന്ന് വിചാരിച്ചാൽ തെറ്റാണ്. ബഹുഭൂരിപക്ഷം രാജ്യങ്ങളിൽ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നെങ്കിലും ജർമ്മൻകാർ ജർമ്മനെ ഉപയോഗിക്കത്തുള്ളൂ, ചൈനക്കാർ ചൈനയെ ഉപയോഗിക്കും. പക്ഷേ ചൈന കുറേ ഇംഗ്ലീഷ് ഇപ്പോൾ ആയിട്ടുണ്ട്. പിന്നെ ഇന്തോനേഷ്യ, അവിടെല്ലാം ഇന്തോനേഷ്യയൊക്കെ ഒന്നും പ്രശ്നം നമ്മുടെ ഭാഷ അതല്ല പോട്ടെ. ഇറ്റലിയിലൊക്കെ ചെന്നാൽ ഇംഗ്ലീഷ് അറിയാമെങ്കിൽ അവർ പറയല്. പിന്നെ ടൂറിസ്റ്റുകളാകുമ്പോൾ ഒരു വിട്ടുവീഴ്ചയും കുറച്ച് പറയും. പക്ഷേ നിങ്ങൾ ജോലിക്ക് ഒന്നും അവർ പറയത്തില്ല. അപ്പം പല ഭാഷകൾ പഠിക്കണം. ഇനി കേരളമൊന്നും ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് ജീവിക്കാമെന്ന് ആരും വിചാരിക്കുന്നു. അത് ഈ നമ്മളെ മതഭ്രാന്തന്മാരാക്കാനോ വർഗീയ കോമരങ്ങളാക്കാനോ നടക്കാൻ വർഗീയത എവിടെയാണ് ഉള്ളത്? ഈ കുഞ്ഞു സ്ഥലത്തല്ലേ പറ്റുള്ളൂ. ലോകം മുഴുവനുള്ള വർഗീയത സഹോദര്യവും സഹവർത്തിത്വമാണ്. അപ്പോൾ നമ്മളെല്ലാവരെയും സ്നേഹിക്കണം, എല്ലാവരെയും അംഗീകരിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ അവരൊരു 4 to 5 ക്ലാസ്സിൽ ഭാഷ പഠിപ്പിച്ചാൽ പെട്ടെന്ന് പഠിക്കും. അത് അവരുടെ കരിയറിൽ ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും. ഇനി ഈ കൊച്ചു കേരളത്തിൽ ജോലി ചെയ്ത് അല്ലെ കൊച്ചു ഇന്ത്യയിൽ മാത്രം ജോലി ചെയ്ത് ജീവിക്കാമെന്നുള്ള സങ്കല്പമൊക്കെ വിട്. കുറച്ചാൾ അമേരിക്കയും, കുറച്ചാൾ യൂറോപ്പും, കുറച്ചാൾ ഇന്ത്യയും, കുറച്ചാൾ കേരളമൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് അവർ നടക്കട്ടെ. അപ്പം അത്തരത്തിൽ വളർത്തെടുക്കാൻ നമുക്ക് ശ്രമിക്കണം. അതുപോലെ നമ്മളും ഒരുങ്ങണം. നിങ്ങൾ വായിക്കണം, പഠിക്കണം. ചുമ്മാ TV കാണുന്ന തമാശകൾ കണ്ട്, റീൽസ് കണ്ട് കളയരുത്. നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നോളജ് നിങ്ങൾ ഇപ്പോൾ എന്നെ കേൾക്കുന്നൊരു ഡോക്ടറായിരിക്കാം, എഞ്ചിനീയറായിരിക്കാം, ഒരു കോളേജ് പ്രൊഫസറായിരിക്കാം, അധ്യാപകനായിരിക്കാം, UP സ്കൂൾ അധ്യാപകനായിരിക്കാം, അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഡ്രൈവറായിരിക്കാം. എന്നെ കേൾക്കുന്ന പല റേഞ്ചുള്ള ആൾക്കാരുണ്ട്. ഇന്ത്യയിലും വിദേശത്തും കേൾക്കുന്നത് ഏകദേശം ഇപ്പോൾ 10,000 വ്യൂവേഴ്സിന് മേളിൽ വന്നിട്ടുണ്ട്. എനിക്കറിയാം.
കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത് നിങ്ങളുടെ നോളജ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങൾ ഡോക്ടറാണെങ്കിൽ നിങ്ങൾ പഠിച്ച കാലത്ത് നിന്ന് ഒത്തിരി വ്യത്യാസം വന്നു കഴിഞ്ഞു. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എപ്പോഴും ആർക്കാണ് ഡിമാൻഡ്? ഏറ്റവും പുതിയ കാര്യങ്ങൾ പറയുന്ന ആൾക്കാണ് ഡിമാൻഡ്. ഏറ്റവും പുതിയ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാണ് ഡിമാൻഡ്. അപ്പോൾ അതനുസരിച്ച് ഏറ്റവും പുതിയതിനെ തേടണം. ഒരു എൻജിനീയർ, ഞാനെല്ലാം പഠിച്ചു, എനിക്ക് എന്തൊരു കഷ്ടമാണ്. എൻജിനീയർ സ്കില്ലൊക്കെ മാറി. ഇന്നലെ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഇന്ന് സംഭവം മാറിപ്പോയി. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ടോക്ക് കേട്ട ഒരു ഡോക്ടറുടെ, ആ ഡോക്ടർ അയാളെന്നൊക്കെ പറയാൻ പാടില്ല, അവർ ഒത്തിരി കഷ്ടപ്പെട്ട് 10-20 കൊല്ലം പഠിച്ചിട്ട് ഡോക്ടർ അയാളെന്ന് പറയാൻ തെറ്റാണ്. ബഹുമാനപ്പെട്ട ആ ഡോക്ടർ പറഞ്ഞത്, അദ്ദേഹം MS പഠിച്ചപ്പം അദ്ദേഹം പഠിച്ചത് ഈ അൾസറൊക്കെ വരുന്നത് നമ്മുടെ നാട്ടിലെ സ്പൈസസിൻ്റെയൊക്കെ ഉപയോഗം കൊണ്ടും അങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൊണ്ടാണെന്നാണ് പഠിച്ചിരുന്നത്. അപ്പോൾ അൾസർ വന്നാൽ സ്പൈസസ് കൂടെ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് എന്ന് പഠിച്ചുകൊണ്ടിരുന്നു. പിന്നീട് ഗവേഷണം നടത്തി വന്ന് പുള്ളി ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് വന്നത് ഈ അൾസർ ഉണ്ടാകുന്നത് അതൊരു അണുബാധയാണ് എന്ന് കണ്ടുപിടിച്ചു. പലതരം അൾസറുണ്ട്. ഈ പ്രധാനപ്പെട്ട അൾസറുകളൊക്കെ വരുന്ന അണുബാധ കൊണ്ടാണ്. പണ്ട് പുള്ളി OP നോക്കുമ്പം 10 പേരെ നോക്കിയാൽ 2 പേര് അൾസർ പേഷ്യൻ്റ് ആണെങ്കിൽ ഇന്നിപ്പം അങ്ങനെ ഇല്ല എന്നാണ് പറയുന്നത്. അൾസറിന് മരുന്നായി കഴിഞ്ഞു. അപ്പം ഇത് നമ്മൾ കോളേജിൽ പഠിച്ച ആ ഡോക്ടർ MS പഠിച്ചപ്പോൾ പഠിപ്പിച്ചത് കിട്ടുക എന്താ? അത് സ്പൈസസിൻ്റെയൊക്കെ കൂടുതൽ ഉപയോഗം കൊണ്ടും പുകവലിയും മദ്യപാനം കൊണ്ടുമൊക്കെയാണ് ഈ അൾസർ വരുന്നതെന്നാണ് പഠിച്ചു വെച്ചത്. വയറ് കാഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് എന്നൊക്കെയാണ്. അതിനൊക്കെ സംഭാവനകൾ കാണും, ഇല്ലെന്നല്ല. പക്ഷേ ഇപ്പോഴാണ് ശാസ്ത്രമേ കണ്ടുപിടിച്ചു അതൊരു അണുബാധ കൊണ്ടാണ് ഈ അൾസർ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഡോക്ടർ അപ്ഡേറ്റ് ചെയ്തിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ പോലെ കോളേജ് ടീച്ചേഴ്സ് നമ്മൾ കുട്ടികളെ കഴിഞ്ഞ ദിവസം സ്കൂളിൽ കണ്ടോ ടീച്ചർമാരെ ഡാൻസ് ചെയ്ത് ആ കുഞ്ഞുങ്ങൾ ഡാൻസ് ചെയ്ത് പഠിക്കുന്നുണ്ടോ ഒരു LP സ്കൂളിലേക്ക്. അപ്പോൾ ടീച്ചിങ്ങിൻ്റെ മാനം മാറി. പഴയ പോലെ വന്ന് സ്റ്റഡിയിലേക്ക് വടി പോലെ വന്നുകൊണ്ട് അത് ഇതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടിയുടെ മനോവീചികൾക്കനുസരിച്ച് അവൻ്റെ ആ ഒരു ആശയാഭിലാഷത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ടീച്ചറാകണം. എങ്കിലേ ടീച്ചിങ്ങിന് പ്രസക്തിയുള്ളൂ. ഇങ്ങനെ എല്ലാ മേഖലകളിലും മത്സ്യം വെക്കുന്നവനായാലും ഓട്ടോറിക്ഷ ഓടിക്കുന്നവനാണേലും ലോറി ഓടിക്കുന്നവനാണേലും എല്ലാവർക്കും അവരുടേതായ ഒരു മെയിൻ ഇതുണ്ട്. അവരിൽ നിന്ന് സമൂഹം ഒന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്, അതനുസരിച്ച് ഉയരണം. ഇപ്പം ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരാൾ വളരെ വിനയത്തോടും മര്യാദയോടും സംസാരിച്ചാൽ 30 രൂപ കൊടുക്കാൻ പോകും, നമ്മൾ 40 രൂപ കൊടുക്കുകയല്ലേ. എന്നാൽ നമ്മൾ 50 ചോദിച്ചാൽ നമ്മൾ വാശി പിടിച്ച് 30 കൊടുക്കും. അപ്പം അങ്ങനെ ടെക്നോളജി എല്ലാം മാറി. ഒരല്പം സ്നേഹം സൗഹൃദം കാണിച്ചാൽ എല്ലാവരും നമ്മളെ കൂടുതൽ സ്നേഹിക്കും. അപ്പോൾ അതെല്ലാം അനുസരിച്ച് ബോധ്യപ്പെട്ട് നമുക്ക് ജീവിക്കാൻ കഴിയണം. എക്സസൈസ് ചെയ്യണം. അതുപോലെ മോർണിംഗ് വാക്ക് ചെയ്യണം. രോഗങ്ങളെ അകറ്റി നിർത്തണം. ആരോഗ്യമുള്ള ഒരു ജനത വളർന്നു വരണം. അതിനുവേണ്ടി നമുക്കെല്ലാം ഒത്തൊരുമിച്ച് പരിശ്രമിക്കാം. ഡയബറ്റിക്കും പ്രഷറും ഒന്നും ഇപ്പോൾ ഒരു പ്രശ്നമല്ലാതായിട്ട് തീർന്നിട്ടുണ്ട്. അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. മരുന്നിലൂടെ മാത്രമല്ല, ഭക്ഷണ ക്രമീകരണത്തിലൂടെയും എക്സസൈസിലൂടെയും ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർത്തണം, ഫ്രീക്വൻറ്റ് ഇൻ്റർവെല്ലിൽ നിങ്ങൾ ഡോക്ടറെ കാണണം, പരിശോധിക്കണം, ഉറപ്പുവരുത്തണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. പ്രൈസ് അവർ ഗോഡ്. താങ്ക് യു.